ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂളിൻ്റെ സെക്കൻഡ് ഷോപ്പിംഗ് വീഡിയോ ആണ്. നമുക്കെന്നാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റാപ്ലെയർ എടുക്കാം. പോകാം. സ്റ്റാപ്ലെയറും പിന്നും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേറെ കത്രിക എടുക്കാം നമുക്ക്. ക്രാഫ്റ്റ് എക്സംസിൽ വെച്ചത് കത്രിക ഇതിലാണ്. ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കൽ ഇടാം. കത്രിക ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്രിക കൊണ്ടുപോയി നമ്മളിത് മുറിക്കുന്നുണ്ട്. ഈ രണ്ട് നോട്ട്ബുക്കും ഒന്ന് റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മൾ മലബാറിൽ നിന്നാണ് വാങ്ങിയത്. മലബാർ നോട്ട്ബുക്ക്. പിന്നെ ഒന്ന് മാത്സ് ആയിട്ട് യൂസ് ചെയ്യാം കുറേ നോട്ട്. ഇതൊക്കെ ഫുൾ മലബാറിൽ നിന്നാണ് വാങ്ങിയത്. എല്ലാ സാധനം മാത്സ് നോട്ട്. ഇത് രണ്ടും നമുക്ക് ഫസ്റ്റ് ബോട്ട് ചെയ്യണം. ഇത് രണ്ടും ഫസ്റ്റ് ബോട്ട് ചെയ്യുന്ന അറിയില്ല. പിന്നെ ഇത്രയും നോട്ട്ബുക്സും പിന്നെ ഒരു 1 നോട്ട്ബുക്കും കൂടി ഉണ്ട്. അത് നമുക്ക് സെക്കൻഡ് മാത്സ് നോട്ട്ബുക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് ഒരു ഫയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫയൽ നമുക്ക് നോക്കാം. നമ്പർ പയ്യന്നൂർ കണ്ണൂർ. ഇതാണ് കണ്ടില്ലേ മൊബൈൽ നമ്പർ. ഫയൽ നോക്കാം. എന്തായാലും ഇവിടെ ന്യൂസ് വെച്ചിട്ടുണ്ട്. നമ്മൾ റൂമിലാണ്. നമുക്ക് നോക്കാം നമ്മളുടെ ഫയൽ എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിയിരുന്നേ ഉള്ളൂ. അവരുടെ ഇഷ്ടത്തിന് വാങ്ങിയിട്ടില്ല. എനിക്ക് ഇഷ്ടത്തിന് വാങ്ങില്ല. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനെ വാങ്ങുള്ളൂ. My favorite file. This is the back side was beautiful. പിന്നെ നമ്മൾ I like this. നമ്മളുടെ ബാഗിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഇന്ന് കണ്ടല്ലോ. അപ്പം നമ്മളുടെ ബാഗും കാണാം, ബാഗിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളും കാണാം നമുക്ക്. ഓക്കെ, നമ്മൾക്ക് ബാഗ് കാണാം. ഇതാണ് എൻ്റെ ബാഗ്. ബാഗിലുള്ള 1 2 3 4 സിപ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് വാട്ടർ ബോട്ടിൽ നോക്കാം. വാട്ടർ ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ കാണാം. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോപ്പിംഗ് 1 തന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ. അതിൽ ഞാനൊരു പ്രത്യേകത കാണിച്ചില്ല. ഇത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യം നിങ്ങൾക്കറിയാം. ഇനി വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾ. പിടിക്കാനൊരു സിസ്റ്റമിൽ നമുക്കിതെങ്ങനെ നമുക്കൊരു സാധനം മാത്രം കിട്ടിയില്ല. നെയിം സ്ലിപ്പാണ്. നെയിം സ്ലിപ്പ് നമുക്ക് വാങ്ങാം ഒരു ദിവസം മീൻസ് 4 ദിവസമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പം നമുക്ക് നാളെ വാങ്ങാൻ പോയിട്ട് മുഹമ്മദ് അലി സ്റ്റോറിന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മളെ പൗച്ച് കാണാം. പൗച്ചിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കാണുന്നുണ്ട്. നമ്മൾ അന്നത്തെ ഷോപ്പിംഗ് വീഡിയോയിൽ പൗച്ചിൻ്റെ പുറവും സിപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് സാധനങ്ങൾ വെച്ചതും ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാം. ഈ ഫസ്റ്റ് സിപ്പ് നമുക്ക് തുറക്കുന്നത്. നമ്മളുടെ പൗച്ച് കിട്ടിയിരിക്കുന്നു. നമുക്ക് തുറക്കാം. മെല്ലെ തുറക്കും. കുറച്ച് നാളത്തേക്ക് വേണ്ടെന്നല്ലേ.
ഫുൾ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, തുറന്നിരിക്കുന്നു. നമ്മൾ ഫുൾ തുറന്നു. നമ്മളുടെ സേവിങ്സ് സ്കീം വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നെ ഒരു സിപ്പ് ഇല്ലതുകൊണ്ടാണ് ഞാൻ ഈ പൗച്ച് വാങ്ങിയത്. പിന്നെ ഇത് നമുക്കിനി അടച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് സിപ്പ് കാണാം. ഇങ്ങനത്തെ പൗച്ച് ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. നമുക്കിനി സെക്കൻഡ് സിപ്പ് കാണാം. സെക്കൻഡ് സിപ്പ് നമ്മൾ തുറക്കാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് അവിടെ വെച്ചു ക്യാമറ. ഇതിൽ നമ്മൾ വെക്കുന്നത് ഫസ്റ്റിന് നമുക്ക് ഫസ്റ്റിന് നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമുള്ള ഒരു ഗ്ലൂ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഇറേസർ ആൻഡ് ഷാർപ്നർ വെക്കുന്നുണ്ട്. പിന്നെ ഒരു സ്കെയിലും ഒരു പെൻസിലും ഒരു ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂ പെന്നും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ പൗച്ചിലുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് കളേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. പെൻസിലൊന്ന് ഷാർപ്പ് ചെയ്യായിരുന്നു. എക്സ്ട്രാ വാങ്ങിയത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയ ഒരു നീക്കമായിരുന്നു, കൃത്യമായ നീക്കമായിരുന്നു ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ CMRL എല്ലാ രീതിയിലും എതിർക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും സമ്മതം മൂടുകയായിരുന്നു. തുടർന്നായിരുന്നു കൃത്യമായ ഇടപെടൽ. പിണറായി വിജയന്റെ വിഷയങ്ങളിൽ റെയ്ഡ് നടത്തുന്ന കാര്യം നിയമവൃത്തങ്ങളിൽ പോലും പലരും അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കോടതി വിധി എതിരായിരുന്നുവെങ്കിലും ഇന്ന് റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഹർജിക്കാരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ മിന്നൽ നീക്കം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവിൽ ആദായ നികുതി വകുപ്പിന്റെ ബോർഡ് വിധി വന്നതിന് ശേഷം 2024 ഏപ്രിലാണ് ED ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. അന്നു മുതൽ സിംഗിൾ ബെഞ്ച് മുൻപാകെ ലിമിറ്റഡ് അതിന്റെ MD SN ശശിധരൻ കർത്ത, സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ എന്നിവരായിരുന്നു ഹർജിക്കാർ. സമൻസ് അയക്കുന്നതും സ്റ്റേ ചെയ്യണം എന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി മുൻപാകെ പലതവണ വിഷയം എത്തിയിരുന്നു. ഇതിനിടെ ഉദ്യോഗസ്ഥർ ED മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. 24 മണിക്കൂർ ചോദ്യം ചെയ്തതും ചോദ്യം ചെയ്യലിന്റെ CCTV സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കലും ഇതിനിടെ ഉണ്ടായി. ശശിധരൻ കർത്തയെ ED വീട്ടിലെത്തിയും ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വാദം പൂർത്തിയാക്കി കോടതി കേസ് വിധി പറയാനായി EDക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യുന്നവരായിരുന്നു ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. പക്ഷേ എന്നിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. തിരിച്ചടി തന്നെയാണ് അവിടെ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം പക്ഷേ ശ്രദ്ധിക്കാൻ പോവുകയായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം, അതായത് 26 CMRLന്റെ ഹർജി തള്ളിക്കൊണ്ട് ED അന്വേഷണത്തിന് പൂർണ്ണമായ ഉത്തരവിടുന്നത്. ഇതിനുശേഷം പക്ഷേ ആ ഒരു വാർത്ത വലിയ ചർച്ചയായില്ല. അതിന് കാരണമുണ്ട്. ചർച്ചയാകാതെ പോയതിനൊരു കാരണം കഴിഞ്ഞ ദിവസം മുഴുവൻ കേരളം കത്തിച്ചുകൊണ്ടായിരുന്നു സമരം. ആ സമരം കത്തിക്കാൻ പിന്നിൽ നിന്ന് നല്ല കളിയാണ് CPMലെ ചിലർ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ചാനലുകളിൽ പിണറായിക്ക് കൂട്ടി വീഴാൻ പോകുന്നു ചർച്ചയും ഉയർന്നു വരും. അതുകൊണ്ട് ഇത് ഇടം പിടിക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം കുറച്ചധികം SFIക്കാരെ ചാവേറുകളാക്കി നഗരം കത്തിക്കുന്ന ഒരു സമരമായിരുന്നു നടത്തിയത്. പക്ഷേ എന്നിട്ടും രക്ഷയുണ്ടായില്ല. ഇത് രാവിലെ മുതൽ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച പിണറായി തന്റെ കണ്ണുനീർ വരെ കാണേണ്ടി വന്നു. ഈ കേസിൽ CPM പ്രവർത്തകർ വിലച്ചെത്തിയത് പോലെ ആകില്ല വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ. കാരണം പിണറായി വിജയന്റെ മകളും CMRL കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. ഇതിന്റെ എല്ലാം സത്യാവസ്ഥ പൊതിയല്ലേ
ഇന്ന് രാവിലെ ഉണർന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ധർമ്മടം MLA-യുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും ധർമ്മടത്തെ വീട്ടിലും മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോഴിക്കോടിലുള്ള വീട്ടിലും അടക്കം 11 ED റെയ്ഡ് നടത്തുന്നത് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ കേരളത്തിലെ പ്രഭാവം എത്തിവിടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും പറയാറുള്ളത് പോലെ കർമ്മഫലം എപ്പോഴായാലും തിരിച്ചടിക്കും. ആ തിരിച്ചടി പിണറായി വിജയനെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുള്ളതാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിലും മാസപ്പടി കേസിലും അടക്കം സംരക്ഷിച്ചു നിർത്തുന്നത് BJPക്ക് ദേശീയ നേതൃത്വമാണെന്നുള്ള കാര്യം. ഏകദേശം 48 തവണയോളമാണ് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി മാറ്റിവെച്ചത്. അതൊരിക്കലും BJPയുടെ ഒരു ഇടപെടൽ ഇല്ല എന്നാണ് പുറമേയുള്ള ഒരു ആരോപണം. എന്ന് മാത്രമല്ല ഈ CMR മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMR ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. CMR ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMR-ലും ഈ കമ്പനി ഉദ്യോഗസ്ഥരും കൂടി നൽകിയ ഹർജി ഹൈക്കോടതി I like this notebook and I just pulled this notebook. Guys, കുറച്ച് നോട്ട്ബുക്സ് ഒക്കെ ഇങ്ങനത്തതും പിന്നെ ഇങ്ങനത്തതും പിന്നെ ഇങ്ങനത്തതും ഒക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ പൊതിയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഗൈസ്, ഇത്രയും ഫിൽട്ടറിങ് ഞാൻ ഇട്ടത് വല്ലാത്തത് എൻ്റെ കണ്ണെന്നെ പോയി. ഓക്കെ, ഇതാണ് എൻ്റെ ശരിക്കും ഇതൊന്നുമല്ല, ഇതൊക്കെ ഞാൻ ഡാർക്കാക്കിയതാണ്. ഓക്കെ, നമുക്കിത് മതി. എൻ്റെ ഇന്നത്തെ മിനി വ്ലോഗാണ് ഞാൻ പറഞ്ഞില്ല അല്ലേ? മിനി വ്ലോഗ് തന്നെയാണ്. ഇപ്പം തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ വെച്ച് ഷോപ്പിംഗ് നിർത്തണം വേണ്ടി ഉള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ. എന്ത് ചെയ്യും ഞാൻ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട, ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ ഈ ഫുൾ പൊതി ഇടുമ്പോഴത്തേക്കും സമയം കുറേ ആകും. പക്ഷെ നമുക്കൊന്ന് നിർത്തി പോകാൻ തോന്നും. അപ്പം നമുക്കിത് നിർത്താം. അപ്പോൾ ബൈ ബൈ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റിച്ചേ, ഞാൻ പോയിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്കപ്പോഴത്തേക്കും നമ്മുടെ മുടിയൊന്ന് കെട്ടിയേക്കാം. യെസ്, അച്ഛാ. ഇതാണ് പിങ്ക് ഐറ്റംസ്. ഇതിൽ ഫുൾ പിങ്ക് ആണ്. പൊട്ടി പൊട്ടി. അപ്പോൾ നമ്മൾ അവരുടെ പാർട്സ് ആക്കിയിട്ടുണ്ട്. ഒരാള് ഇത് ചെറിയൊരു കോമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് ഈ ക്ലിപ്പ് പൊട്ടിയോണ്ട് ഇന്നത്തെ വീഡിയോ ബൈ.